പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, വലിയ സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന അങ്ങയുടെ മക്കളെല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 14ാമത്തെ ദിവസം കർത്താവേ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ വലിയ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങള്, എല്ലാ ദുരാത്മ ദുർഭൂതങ്ങള് കർത്താവെ, അതിനെല്ലാം നിർവീര്യമാക്കുവാൻ ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന വലിയ ദൈവിക ശക്തിയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ മാലാഖമാരെ അയച്ച്, അങ്ങയുടെ കാവൽ ദൂതന്മാരെ അയച്ച്, മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരുടെ ശക്തമായ സാന്നിധ്യം നൽകി ഈശോയെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിടിവിക്കണമേ. അതോടൊപ്പം തന്നെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥന അയക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞില്ലേ, യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ തരുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജോലി, ബിസിനസ്, ഉപജീവന മാർഗങ്ങൾ, കുടുംബജീവിതം, പൗരോഹിത്യം എല്ലാം തകർക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഒത്തിരിയേറെ അരൂപികള്, ആത്മാക്കള് ഞങ്ങൾ കാണുന്നു, മനസ്സിലാക്കുന്നു. ഈശോയെ, ഞങ്ങള് കണ്ടു പേർഷ്യ രാജ്യത്തിന്റെ, ദേശത്തിന്റെ അരൂപി, കാവൽ ദൂതൻ തടസ്സപ്പെടുത്തുന്ന അവസ്ഥ. അങ്ങയുടെ മാലാഖയെ പോലും തടസ്സപ്പെടുത്താൻ മാത്രം ശക്തിയുള്ള കാവൽ ദൂതൻ കർത്താവ് ഈ ദിവസങ്ങളില് വലിയൊരു വിമോചനത്തിന് വേണ്ടി ആ അരൂപികള്, ആ കാവൽ ദൂതന്മാര് പരാജയപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഗബ്രിയേൽ മാലാഖ യുദ്ധം ചെയ്യുമ്പോ സഹായിക്കാൻ വേണ്ടി മിഖായേൽ മാലാഖയെ അയച്ചുകൊണ്ട് ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ ദൈവമേ, കർത്താവേ, അവിടെ നിന്ന് ശക്തമായിട്ട് ഇടപെട്ടല്ലോ. അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിത മേഖലകളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ആരോപികളെയും, എല്ലാ ദൂതന്മാരെയും, എല്ലാ ശക്തികളെയും കർത്താവെ നിർവീര്യമാക്കുവാൻ അങ്ങ് തീരുമാനിച്ചായിക്കൊണ്ടാണല്ലോ ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഇവിടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ വീടിനെ, നമ്മുടെ സാമ്പത്തിക മേഖല, മക്കളുടെ പഠനം, ജോലി, ബിസിനസ്, കുടുംബജീവിതം എല്ലാം കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം കർത്താവേ. കർത്താവിങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ മക്കളെ, ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 14ാം ദിവസത്തിൽ നാം ആയിരിക്കുമ്പോൾ വലിയ ശക്തിയോടെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. നമ്മളെ തടസ്സപ്പെടുത്തുന്ന അരൂപികൾ ഇന്നലെ നമ്മൾ കണ്ടു. പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ ഗബ്രിയേൽ മാലാഖയെ പോലും 21 ദിവസം തടസ്സപ്പെടുത്തി. പിന്നീട് മിഖായേൽ മാലാഖയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷമാണ് ഈ ദൂതൻ പരാജയപ്പെടുന്നത്. അതിനുശേഷം യവന ദേശത്തിന്റെ കാവൽ ദൂതൻ, ഒത്തിരിയേറെ കാവൽ ദൂതന്മാരും അരൂപികളും ദുരാത്മാക്കളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്നലെ 2 ശനി കൺവെൻഷന് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ അനേകം മക്കൾ കടന്നു വന്നു. ഇന്നലത്തെ ശുശ്രൂഷയും ആരാധന, വിശുദ്ധ കുർബാനയും ഒക്കെ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയർ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഒരുമിച്ച് അനേകം പേര് കടന്നു വന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ശുശ്രൂഷകളിലേക്ക് നേരിട്ട് ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങൾ വരണം. 2 ശനി കൺവെൻഷൻ, നമ്മുടെ വാരാന്ത്യ ധ്യാനങ്ങള്, നിത്യാരാധന, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശക്തമായ ശുശ്രൂഷകൾ
ഇന്നലെ രാത്രി യുവജനങ്ങൾ 13 പേര് ഈശോടൊപ്പം ഞങ്ങള് അങ്കമാലി, ആലുവ, എറണാകുളം ഏരിയ മുഴുവൻ എന്ന പോലെ ഈശോയുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടെ മക്കളെ, കർത്താവിന്റെ സാന്നിധ്യത്തില് എല്ലാ ദുരാത്മ ദുർഭൂതങ്ങള്, ദേശത്തിലെ അധിപന്മാര്, ദേശത്തിലെ കാവൽ ദൂതന്മാര് തകർക്കപ്പെടും. നമ്മുടെ വലിയൊരു വിഷയമാണ് ഇവിടെ വരെ ഓരോ ദേശത്തിന്റെ മേലും ചില കാവൽ ദൂതന്മാർക്ക് അവകാശം കിട്ടും. ഉദാഹരണത്തിന് ഒരു പൈശാചിക പ്രവൃത്തി, ഒരു ആഭിചാര പ്രവൃത്തി നടത്തിയ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ദേശം, ആ ദേശത്ത് ആ ഒരു അരൂപിയുടെ സാന്നിധ്യ അധികാര ശക്തി വിളിച്ചു വരുത്തി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ മേഖലകളുമാണ് നമ്മൾ ഈ ദിവസങ്ങൾ പ്രത്യേകം ദിവ്യകാരന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിന്റെ പരമാധികാരം, കർത്താവിന്റെ സർവാധിപത്യം, കർത്താവിന്റെ സാന്നിധ്യം അവിടെ നിറയപ്പെടണം. നമ്മുടെ കുടുംബത്തിന്റെ മേല്, നമ്മുടെ മക്കളുടെ മേല്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ മേലൊക്കെ ദേശത്തിന്റെ കാവൽ ദൂതന്മാര്, ദേശത്തിന്റെ അധിപന്മാര്, അങ്ങനെ അവർക്ക് ആധിപത്യം കിട്ടിയ ആ ദേശത്ത് വസിക്കുന്നവർ ചെയ്തു പോയ പാപങ്ങള്, വിളിച്ചു വരുത്തിയ ചില ദുരാത്മാക്കൾ, ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, പിന്നെ വേണ്ടാത്ത വാക്കുവിളികൾ, അതിലൂടെ കടന്നു വന്ന പൈശാചിക ശക്തികൾ, ഏത് ദൈവത്തെ വിളിച്ചു വരുത്തുന്നുവോ ആ പൈശാചിക ശക്തി ആ ദേശത്ത് ആധിപത്യം ഉറപ്പിക്കും. നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു അവസ്ഥയും പൂജകളും ഒക്കെ ഉണ്ടെങ്കിൽ ആ വിളിച്ചു വരുത്തിയ ആരാധിച്ച ആ ഒരു ശക്തി, ആ ഒരു ദൈവൻ, അല്ലെങ്കിൽ അത് സത്യദൈവത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആധിപത്യം ആ ദേശത്ത് ഒത്തിരിയേറെ മക്കളുടെ അനുഭവത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജോലി, ബിസിനസ്, കുടുംബം, പഠനം, നമ്മുടെ മക്കളുടെ ഭാവി, സ്വഭാവം, ഇതിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ രൂപികളെയും, ദേശത്തിന്റെയോ സ്ഥലത്തിന്റെയോ, നമ്മുടെ പാരമ്പര്യം, തലമുറ, ജോലി, ബിസിനസ്, ചില രാജ്യങ്ങള്, ചില ദേശങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ആ അരൂപികളും അതുമായിട്ട് ബന്ധപ്പെട്ട ആധിപത്യങ്ങൾ, അധികാരികള്, ഇതെല്ലാം നമ്മള് നിർവീര്യമാക്കി പ്രത്യേകമാവിധം കർത്താവിന്റെ സന്നിധിയില് നമ്മൾ സമർപ്പിക്കണം. എന്നിട്ട് കർത്താവ് പിടിച്ചെടുക്കണം, കർത്താവ് തിരിച്ചു പിടിക്കണം. ഞങ്ങളെന്താ ചെയ്യുന്ന ഓരോ സ്ഥലത്തിലും കർത്താവ് ഈ ദേശം അങ്ങേതാണ്, ഇതങ്ങേത്, ഇവിടെ വിളിച്ചു വരുത്തപ്പെട്ട ശക്തികള്, കൊടുക്കപ്പെട്ട അധികാരങ്ങള് അങ്ങ് തിരിച്ചു പിടിക്കണം, ഇവിടെ അരൂപികൾ നിർവീര്യമാക്കപ്പെടണം. അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കണം. നമുക്കിന്ന് കർത്താവിന്റെ സന്നിധിയില് നമ്മുടെ മക്കളെ, നമ്മുടെ മക്കളുടെ വളർച്ചയെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ വളരാൻ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലഭിക്കാൻ പറ്റാത്ത വിധത്തില് തടസ്സപ്പെടുത്തുന്ന വസിക്കുന്ന ദേശത്തിന്റെ അരൂപികള്, ദേശത്തിന് മേലുള്ള ചില ദുരാത്മ ദുർഭൂതങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരങ്ങൾ, ശക്തികള് നിർവീര്യമാക്കപ്പെടാൻ വേണ്ടി ദിവ്യകാര സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വസിക്കുന്ന ദേശം എവിടെയുമാകട്ടെ, ആ ദേശവുമായിട്ട് ബന്ധപ്പെട്ട ചില ആരാധനകൾ, ചില പൂജകള്, ചില ആഭിചാരിക്രിയകൾ, അല്ലെങ്കിൽ അവിടെയുള്ള പിശാചിനെ വിളിച്ചു വരുത്തുന്ന ചില വിളികള്, പങ്കുവിളി, അങ്ങനെയൊക്കെ എന്റെ പ്രിയപ്പെട്ട, അതിലൂടെ കടന്നു വന്ന ആധിപത്യങ്ങളോ അധികാരങ്ങളോ ശക്തികളോ നമ്മെ തടസ്സപ്പെടുന്ന മേഖലകൾക്ക് സമർപ്പിച്ചേ. നിങ്ങളുടെ സ്ഥലത്ത് സമർപ്പിക്കുക, ആ ദേശത്തെ സമർപ്പിക്കുക. നിങ്ങളുടെ വീടിരിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അന്തരീക്ഷം, ആ ദേശം കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ വസിക്കുന്ന ദേശത്തിന്റെ ഏതെങ്കിലും സ്വാധീനങ്ങളോ കാവൽ ദൂതന്മാരോ ഈ മക്കളുടെ ജീവിതത്തെ, ഇവരുടെ മക്കളെ, ഇവരുടെ കുടുംബത്തെ, സ്വഭാവത്തെ, ജോലിയെ, ബിസിനസിന്, പഠനത്തെ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ ദേശത്തിന്റെ കാവൽ ദൂതന്മാരെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഇവിടെ നിറയട്ടെ. ഈ മക്കളായിരിക്കുന്ന ഇടത്ത് കർത്താവെ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യ ശക്തിയിൽ നിന്ന് മറ്റെല്ലാ രൂപികളെയും നശിപ്പിക്കുന്ന, തകർക്കുന്ന നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ആധിപത്യങ്ങള്, അധികാരങ്ങൾ, കൊളോസ്യോസ് 2:14-15 നമുക്ക് ദോഷകരമെന്ന് നൽകിയ നിയമങ്ങളെ അവൻ മായ്ച്ചു കളഞ്ഞു, കുരിശിൽ നിഷ്കാസനം ചെയ്തു. 15 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവിടുന്ന് നിരായുധമാക്കി
കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. ആ വിജയം കർത്താവ് ഇപ്പോൾ ഈ മക്കളിൽ സംഭവിക്കട്ടെ, കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ, ഇവരുടെ മക്കളിൽ സംഭവിക്കട്ടെ, ജോലി മേഖലയിൽ സംഭവിക്കട്ടെ, ബിസിനസ് മേഖലയിൽ സംഭവിക്കട്ടെ, പഠന മേഖലയിൽ സംഭവിക്കട്ടെ, കുടുംബ ജീവിതത്തിൽ സംഭവിക്കട്ടെ, എന്റെ പൗരോഹിത്യത്തിൽ സംഭവിക്കട്ടെ, ഈ കാർമധ്യാനത്തിൽ സംഭവിക്കട്ടെ. മക്കൾ എവിടെയൊക്കെയാണോ, ഏതെല്ലാം ദേശത്താണോ, ഏതെല്ലാം സ്ഥലത്താണോ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആധിപത്യങ്ങളും അധികാരങ്ങളും കർത്താവെ ദിവ്യകാരുണ്യ ശക്തിയാൽ, കുരിശുമരണ ശക്തിയാൽ നിർവീര്യമാകട്ടെ, പരാജയപ്പെടട്ടെ. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ച കർത്താവെ, കുരിശുമരണത്തിൽ അങ്ങ് നേടിയ വിജയം ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് അങ്ങേ നോക്കി പ്രാർത്ഥിക്കുന്ന, അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും, ആ ദേശത്തിലേക്കും, ആ വീട്ടിലേക്കും, ആ മണ്ണിലേക്കും ഒഴുകട്ടെ. ആധിപത്യങ്ങൾ അവസാനിക്കട്ടെ. ആ ദേശത്തിന്റെ കാവൽ ദൂതന്മാരുടെ അധികാരം ഈ മക്കളിൽ അവസാനിക്കട്ടെ. ഇവിടെ വീട്ടിലും മണ്ണില് പ്രിയപ്പെട്ട മക്കളിൽ അവസാനിക്കട്ടെ. ദിവ്യകാലത്തിൽ നിന്ന് വലിയ ശക്തി പുറപ്പെടട്ടെ. ഗബ്രയേൽ മാലാഖയെ സഹായിക്കാൻ മിഖായേൽ മാലാഖയെ അയച്ച കർത്താവേ, അങ്ങയുടെ മാലാഖമാരെ അയക്കണമേ. പ്രത്യേകിച്ചും വിശുദ്ധ മിഖായേൽ മാലാഖയോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങേയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ യുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലകളെയും ഒരു മക്കളെയും കീഴ്പ്പെടുത്താതിരിക്കട്ടെ. ദേശത്തിലെ രൂപികൾ, കാവൽ ദൂതന്മാർ, ആധിപത്യങ്ങൾ, അധികാരങ്ങൾ ഇപ്പോൾ അവസാനിക്കട്ടെ. മിഖായേൽ മാലാഖ കാവലേർപ്പെടുത്തട്ടെ. മിഖായേൽ മാലാഖ യുദ്ധം ഏറ്റെടുക്കട്ടെ. ഗബ്രിയേൽ മാലാഖ അതിശക്തമായി ഇടപെടട്ടെ. മാലാഖമാരുടെ സാന്നിധ്യം, ഞങ്ങളുടെ കാവൽ മാലാഖമാരുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. സ്വർഗത്തിന്റെ സഹായം, സ്വർഗത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ഈ 14-ാം ദിവസം കർത്താവേ, ഞങ്ങൾ വസിക്കുന്ന ദേശത്തിന്റെ ആധിപത്യങ്ങളും അധികാരങ്ങളും കാവൽദൂതന്മാരുടെ സാന്നിധ്യങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ശക്തിയാൽ, കുരിശുമരണ ശക്തിയാൽ, മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരുടെ സാന്നിധ്യ ശക്തിയാൽ ശക്തമായ പോരാട്ടം നടത്തുന്ന മിഖായേൽ മാലാഖയുടെ പ്രത്യേക ഇടപെടലിനാൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ഇടങ്ങളും ഞങ്ങളുടെ മക്കളും സംരക്ഷിക്കപ്പെടട്ടെ. സ്വർഗത്തിലെ സംരക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവികാനുസരണത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ നാമത്തിന്റെ ശക്തി, കുരിശുമരണത്തിന്റെ ശക്തി, സ്വർഗത്തിന്റെ സഹായം നമ്മളോട് കൂടെ ഉണ്ടാകട്ടെ. ദേശത്തിന്റെ ഒരു കാവൽ ദൂതന്മാരും നമ്മയോ നമ്മുടെ മക്കളെയോ നമ്മുടെ ജീവിതത്തെയോ ഇനി സ്വാധീനിക്കാൻ ഇടയാകാതിരിക്കട്ടെ. കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ നമ്മുടെ വീടിലെ മക്കളെയും ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ അങ്ങയുടെ ഹൃദയത്തിനുള്ളിൽ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, വീടിനെ, പലർത്തും പക്ഷിമൃഗാദികളെ, ജോലി, ബിസിനസ്, ഉപജീവന മാർഗങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി
സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ വലിയ ശക്തി നമ്മുടെ വീട്ടില്, സ്ഥലത്ത്, ദേശത്ത്, അന്തരീക്ഷത്തില് അറിയപ്പെടാനും കർത്താവിന് മാലാഖമാര് നമ്മുടെ ദേശത്തിന്റെ ആധിപത്യം, അധികാരം ഏറ്റെടുക്കാൻ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ശക്തി പ്രവഹിക്കാൻ വേണ്ടി ഇരു കരങ്ങൾ ഉയർത്തി എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ വീടിനെ, വീടിരിക്കുന്ന മണ്ണിനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെല്ലാവരെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഒരു തിന്മയ്ക്കും ഒരു അരൂപിക്കും ഒരു ദേശത്തിന്റെ കാവൽ ദൂതനും സ്വാധീനിക്കാനോ കടന്നു വരാനോ പറ്റാത്ത വിധം അങ്ങയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ ഈശോയേ. ആമേൻ.